ഓരോ യുദ്ധവും സൃഷ്ടിക്കപ്പെടുന്ന പുതിയ പുതിയ ഭീകര സംഘടനകളാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറേ പേരുകൾ വരുന്നത്. ഇപ്പോൾ IS എന്ന് പറയുന്ന ഭീകര സംഘടന, അതുപോലെ തന്നെ ഈ പാകിസ്ഥാനുമായി ബേസ് ചെയ്തിട്ട് പാകിസ്ഥാനിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല ഭീകര സംഘടനകൾ. ഇതിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വളർച്ചയാണ്. ഇവിടെയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷത്തിൻ്റെ ഫലമായിട്ട് ഇനി ആരൊക്കെ ഉണ്ടാകാം? താലിബാനെ പോലെയുള്ളൊരു ഭീകര സംഘടന ഉണ്ടാകുമോ? IS-നെ പോലെയുള്ളവരുണ്ടാകുമോ? അൽ-ഖ്വയ്ദയെ പോലെ ഉണ്ടാകുമോ? ലോകം അത്തരം ചില കാര്യങ്ങളോട് ചർച്ച ചെയ്യില്ലേ? അമേരിക്ക അത്തരം ചില കാര്യങ്ങളും ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ തന്നെയാണ് ഡോക്ടർ നജീബുള്ള എന്ന് പറയുന്ന റഷ്യയുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ഒരാൾ അഫ്ഗാനിസ്ഥാനിൽ പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവിടെ അൽ-ഖ്വയ്ദയെ വളർത്തിക്കൊണ്ടുവന്നത്, താലിബാനെയും വളർത്തിക്കൊണ്ടുവന്നത്. ഈ അൽ-ഖ്വയ്ദയുടെ നേതാവായിട്ട് പിന്നെ മാറിയ ആളാണ് ഉസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന സൗദി അറേബ്യൻ കോടീശ്വരൻ. ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. സിവിലൈസേഷൻ ഒന്നുമില്ലാത്ത, സിവിലൈസ്ഡ് അല്ലാത്ത മനുഷ്യനായിട്ട് മാറി. മനുഷ്യ കൊലപാതകങ്ങളിൽ അഭിരമിച്ച ഒരു വ്യക്തിയായിട്ട് വന്ന് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ അമേരിക്കയ്ക്കെതിരെയും തിരിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അപകടം ആരും മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ ടവേഴ്സ് അമേരിക്കയിലത് അദ്ദേഹം വിമാനങ്ങൾ ഉപയോഗിച്ച് തൻ്റെ അനുയായികളെ കൊണ്ട് തകർത്തു കഴിഞ്ഞ് 2000-ലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോഴാണ് തങ്ങൾ എന്തിനെയാണ് വളർത്തിയതെന്ന ബോധം ശരിക്കും അമേരിക്കൻ ഭരണകൂടത്തിനുണ്ടായത്. ഒരു പക്ഷേ നമ്മുടെ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി ഭിന്ദ്രൻവാലയെ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി വളർത്തി, അത് അവസാനം അവർക്ക് വിനയായി തീർന്നത് എന്ന് പറയുന്നത് പോലൊരു സംഭവമാണ്. ആ വാളെടുത്തവൻ വാളാൽ മരിക്കൂ എന്ന് പറയുന്നത് പോലൊരു സംഭവമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയത്. പക്ഷേ അതിൽ നിന്ന് അവർ പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം. അവർ ഇറാഖിൽ വമ്പിച്ച രാസായുധ ശാലകളുണ്ടെന്ന് പറഞ്ഞാണ് അവിടെ പോയത്. അതിൻ്റെ ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ സദ്ദാം ഹുസൈനെ കൊണ്ടുപോയി വിചാരണ ചെയ്ത് അവർ തന്നെ നിയമം നടപ്പാക്കി അദ്ദേഹത്തെ തൂക്കിലെത്തി. അതിൻ്റെ ഫലമായിട്ടാണ് ഒരുമാതിരി ഒരു അച്ചടക്കമുള്ള രാജ്യമായിട്ട്, ലോ ആൻഡ് ഓർഡർ നല്ല നിലയിൽ നടന്നിരുന്ന, ഭീകരവാദികൾക്കെല്ലാം ഭീഷണിയായിരുന്ന ബാത്ത് പാർട്ടിയുടെ തലവനായിരുന്ന സദ്ദാം ഹുസൈൻ ഇല്ലാതായതോടെയാണ് IS എന്ന് പറയുന്ന സംഘടന അവിടെ തലപൊക്കിയത്. കുർദിഷ് വംശജരെ മുഴുവൻ നിഷ്ഠുരമായിട്ട് ബലാത്സംഗം ചെയ്തും വെടിവെച്ചും കൊന്ന ആ ഒരു IS എന്ന് പറയുന്ന സംഘടന അത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു. അത് ഇറാഖിൽ മാത്രം നിന്നില്ല. ഇറാഖിൽ നിന്ന് അത് വളർന്നു പന്തലിച്ച് സിറിയ മുതലായ മേഖലയിലേക്ക് പോയി. അതിൻ്റെ സേനാനികളായിട്ട് കേരളത്തിൽ നിന്ന് വരെ റിക്രൂട്ട്മെൻറ്റുകളുണ്ടായി. തടിയൻ്റെ അവിടെ നസീറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ റിക്രൂട്ട്മെൻറ്റുകളുണ്ടായി. പല സ്ത്രീകളെയും ലവ് ജിഹാദ് കൊണ്ട് ആകർഷിച്ച് ഇതിൻ്റെ സേനാനികളാക്കി മാറ്റി. പലരും ഇന്ന് ജയിലിലാണ്, പലരും യുദ്ധഭൂമിയിൽ തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. IS-നെ ഒരു വിധത്തിൽ അടിച്ചമർത്തി അമേരിക്ക തന്നെ. അതിനെ അടിച്ചമർത്തുന്നതിന് സഹായിച്ച ആളിനെ ഇപ്പോൾ അവർ മറ്റൊരു ഭീകരവാദിയാണ്. ആ ഭീകരവാദിയെ അവരിപ്പോൾ സിറിയയുടെ ആസ്ഥാനത്ത്, സിറിയയുടെ മേധാവിയായിട്ട് വെച്ചിട്ടുണ്ട്. 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന ആളിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അടുത്തിരുത്തി ചായ സൽക്കാരം നടത്തുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭീകരതയല്ല പ്രശ്നം, അവരുടെ സൗകര്യം മാത്രമാണ് പ്രശ്നം. ഇപ്പോൾ ഇറാനിൽ നടത്തിയിരിക്കുന്നതും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും തങ്ങളുടെ പണശേഷിയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇറാനിലെ ആയത്തുള്ള ഖമനേയിയെ വധിച്ചു എന്നുള്ളതാണ്. 86 വയസ്സും അപ്പൂപ്പൻ താടിയും വെച്ചിരിക്കുന്ന ആളിനെ വധിച്ചതുകൊണ്ട് ഇറാനിലൊരു റെഷീം ചേഞ്ച് സ്വമേധയാ ഉണ്ടാവും എന്നവർ വിചാരിച്ചു. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുള്ളൊരു തുടക്കവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് വളരെ തിരിച്ചടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇറാനിൽ മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം തന്നെ ഷിയ വിഭാഗക്കാരല്ലാത്ത സുന്നി വിഭാഗങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ പോലും വമ്പിച്ച പ്രതിഷേധം അലയടിക്കുകയാണ്. ഈ പ്രതിഷേധം അലയടിച്ച് കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റ് തകർക്കുന്ന രീതിയിൽ വരെ, ഇവിടെ സായുധരായ ആൾക്കാർ കയറി അതിൻ്റെ ഗ്ലാസുകളും തകർത്ത് അമേരിക്കക്കാർ പേടിച്ചോടി. അവിടെ പട്ടാളക്കാർ വെടിവെച്ച് 6 പേർ മരിച്ച ഒരവസ്ഥ, സംഘർഷഭൂമിയായി പാകിസ്ഥാൻ മാറുന്ന അവസ്ഥയുണ്ടാവുകയാണ്. തുർക്കിയിലും ഇതുപോലെ പ്രതിഷേധം ഇരമ്പുകയാണ്. അതുപോലെ ഇറാനിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നിഹനിച്ചത് സ്ത്രീകളുടേതാണെന്ന് പറയുന്നു. ആ സ്ത്രീകൾ തന്നെ തെരുവിലിറങ്ങി ആയത്തുള്ള ഖമനേയിയുടെ മരണത്തിൽ കരയുകയാണ്, നെഞ്ചത്തടിച്ച് വിലപിക്കുകയാണ്. വിലാപങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളെ ഏറ്റവും അടിച്ചമർത്തിയെന്ന് പറയുന്ന ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഇങ്ങനെയുള്ള ചോരക്കളങ്ങൾ, കില്ലിംഗ് ഫീൽഡ്സ്, ചാവേറ നിലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിലാപങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ഒരുതരം വിദ്വേഷമായിട്ട് മാറുകയും
അതിൻ്റെ ഫലമായിട്ട് സംഘടനകൾ ഉണ്ടാവുകയും ചാവേറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ചാവേർ നിലങ്ങളായി ഭൂമി മുഴുവൻ മാറുകയും നമ്മുടെ എല്ലാം സുരക്ഷിതത്വം ഭീഷണിയിലാവുകയും ചെയ്യുന്നത്. ആ തരത്തിൽ ഒന്നിപ്പോൾ IS സംഭവിച്ചതുപോലെ ഇറാനിൻ്റെ വകയായിട്ട് വേറൊരു ഭീകര സംഘടന കൂടി ഇനി ആവിർഭവിച്ചു കൂടായെന്നില്ല. ശരിയാണ്, ഓഫ് കോഴ്സ് 3 എച്ചുകളുള്ള ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തികൾ, ഇത് 3 സ്പോൺസർ ചെയ്യുന്നതേ ഉള്ളൂ ഇറാനാണ് എന്ന് പറയും. ശരി, അത് സമ്മതിക്കാം. പക്ഷേ ഇനി ഉണ്ടാവാൻ പോകുന്നത് ഇറാൻ തന്നെ ഒരു ഭീകര സംഘടനയെ, ചാവേർ സംഘടനയെ ഉണ്ടാക്കും, ഫത്വ കൽപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുന്നവർക്ക് ഇത്ര രൂപ എന്ന് ഇറാൻ തന്നെ ഫത്വ കൽപ്പിക്കും. അങ്ങനെയാണല്ലോ സൽമാൻ റുഷ്ദിയെ ഇറാൻ ഈ ഖമനേയി തന്നെയാണ് ഫത്വ കൽപ്പിച്ച് അദ്ദേഹത്തിനെ മാരകമായിട്ട് പരിക്കേൽപ്പിച്ച് വയ്യാത്ത അവസ്ഥയിലാക്കിയത് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് തന്നെയാണ്. അതുപോലുള്ള ചാവേർ ആക്രമണങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും ഇടമായി തീരും എന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതീക്ഷയുള്ളൊരു കാര്യം, ഞങ്ങളുടെ മിഷൻ പൂർത്തിയാക്കി, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളും ഞങ്ങൾ ആക്രമിച്ചു, അപ്പോൾ അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടെന്ന് കാണിക്കുക മാത്രമാണ്, ഒരു പ്രകടനപരത മാത്രമാണ്. തുടർന്ന് യുദ്ധം ഉണ്ടാവില്ല എന്നാണ് മലയാളികളായ നമ്മുടെ പ്രതീക്ഷ. കാരണം തുടർന്നും യുദ്ധമുണ്ടായാൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ഭീതിയിലും അതുപോലെ തന്നെ വമ്പിച്ച ട്രോമയിലും അവിടെ കഴിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടും ഉണ്ടാക്കും. അവർക്ക് പലർക്കും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഭീകരതയുടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ടല്ല, മറിച്ച് സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യവസായങ്ങൾ വളർന്നു വരുന്നത്, പടർന്നു പന്തലിക്കുന്നത്. അതിൻ്റെ തണലിലാണ് മലയാളികൾ തൊഴിൽ നേടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട ഇവരെയെല്ലാം പുനരധിവസിപ്പിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി കേരളത്തിലുണ്ടോ? വ്യവസായങ്ങളുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇവരെങ്ങനെ ജീവിക്കും? അപ്പോൾ വല്ലാത്തൊരു ദുർഘടത്തിലേക്ക് കേരളത്തിൻ്റെ പോസ്റ്റൽ എക്കോണമി മാറുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാവാൻ പോവാണ്. അപ്പോൾ അങ്ങനൊരു സ്ഥിതിയിൽ ഉള്ളതെല്ലാം ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ ശമ്പളവും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വിത്തുകുത്തി ആഹാരം കഴിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ആ ഒരു സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം നേരിടാൻ പോവുകയാണ്, നമ്മളെല്ലാം അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അപ്പം അവിടെ അത് നിർത്തി എന്നൊരു ആശ്വാസമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പ്രസ്താവന. ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ തെരുവിലിറങ്ങൂ എന്ന് ഇറാനിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൾഫിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടെ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ അവർ നിർത്താൻ സാധ്യതയില്ല. ഇസ്രായേൽ എന്നൊരു രാജ്യത്തിന് ഇവിടെ നിലനിൽക്കാൻ അവകാശമില്ലെന്ന് വിശ്വസിക്കുന്നതാണ് അയത്തുള്ള ഖമനേയിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ അറബ് ലോകത്ത് ഒരു ജൂതരാഷ്ട്രം ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരാണ് അവർ. അപ്പോൾ ഇസ്രായേലിന് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ മുജ്തബ ഖമനേയി എന്ന് പറയുന്ന 55 വയസ്സുകാരൻ, അത് അയത്തുള്ള ഖമനേയി ഇപ്പോൾ മരിച്ച ആളിൻ്റെ മകനാണ്. അദ്ദേഹം റഷീം ചേഞ്ചിലേക്ക് റഷീം ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇതേ സിദ്ധാന്തം തന്നെ പിന്തുടരുന്ന, ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമിക്ക് യാതൊരു സാങ്കത്യവുമില്ല, അറബ് ലോകത്ത് അങ്ങനൊരു രാജ്യം വേണ്ട എന്ന് വാദിക്കുന്ന ആൾ തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പോൾ റഷീം ചേഞ്ച് ഉണ്ടാവുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് മാറ്റം വരുന്നില്ല. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇറാനിലെ ജനങ്ങൾ ഇപ്പോൾ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് അധികാരം മാറ്റേണ്ട സമയമായി. വെനിസുലയിലും അത് ഉണ്ടായില്ല, സ്ഥാനമാറ്റം ഉണ്ടായി. പക്ഷേ ആ രണ്ടാമത്തെ ആൾ വന്നപ്പോൾ അമേരിക്കയ്ക്ക് പെട്രോൾ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിലനിൽക്കുന്നത്. പക്ഷേ ഇസ്രായേലിനി വേണ്ടെന്ന് പറയുന്ന ഖമനേയിമാരിൽ എല്ലാം അങ്ങനെ വാദിക്കുന്നവരാണ്, സിദ്ധാന്തമുള്ളവരാണ്. അത്തരം ഒരു ഖമനേയിയാണ് മുസ്തഫ ഖമനേയിയും. തന്നെയുമല്ല, തൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പ്രതികാരം കൂടി അദ്ദേഹം നിർവഹിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത. അറബ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അവർ സിംബോളിക്കായിട്ടുള്ള ഒരു ഇഷ്യൂ. ഇവരെല്ലാം നമ്മൾ പലരും വിശ്വസിക്കുന്നത് നമ്മൾ ഒമാനെ ആക്രമിച്ചു, നമ്മൾ അബുദാബിയെ ആക്രമിച്ചു, അങ്ങനെയല്ല. ഇവിടെ സംഭവിച്ചത് പറഞ്ഞത് കേട്ടത് അവരാക്രമിക്കുന്നത് അമേരിക്കയുടെ മിലിറ്ററി സ്റ്റേഷൻസിനെയും നേവി സ്റ്റേഷൻസിനെയാണ്. ആക്രമിച്ചു കഴിയുമ്പോൾ അവിടെ ഡിഫൻസിലുള്ള പേട്രിയോട്ടിക് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ആകാശത്തിൽ വെച്ചാണ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ദൂരേക്ക് തെറിച്ച് വീണ് അതിൻ്റെ ചീളുകളും ഒക്കെ വീണാണ്. നേരിട്ടറിയാവുന്നതാണ്. എൻ്റെ ഒരാൾ അബുദാബിയിലുണ്ട്. അവരുടെ മുസ്തഫ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്ക് അവിടെയുള്ളത് അമേരിക്കൻ നിരീക്ഷണ കേന്ദ്രമാണ്. ആ നിരീക്ഷണ കേന്ദ്രത്തിന് നേരെ വന്ന മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ദൂരെ ആകാശത്ത് വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്തു, ദൂരേക്ക് തെറിച്ചു, വലിയ മൊമെൻ്റത്തോടു കൂടി ദൂരേക്ക് റോഡിൽ തെറിച്ചു. പോലീസുകാരത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണ്. അല്ല, ഈ രാജ്യങ്ങളെ അല്ല ആക്രമിക്കുന്നത്, ആ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സ്ഥാപനങ്ങളെയാണ് ആക്രമിക്കുന്നത്. അത് നേരത്തെ തന്നെ അവർ പറയുകയും ചെയ്തു, ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ നിങ്ങളുടെ രാജ്യത്ത് അവരുടെ
മിലിറ്ററി സ്റ്റേഷൻസ്, അതുപോലെ സൈനിക താവളങ്ങളെ, നേവി താവളങ്ങളെ എല്ലാം ഞങ്ങൾ ആക്രമിക്കുന്നു നേരത്തെ വാണിംഗും കൊടുത്തിരുന്നതാണത്. അപ്പോൾ അതിൻ്റെ ഉന്നം പിഴച്ചല്ല, മറിച്ച് അമേരിക്ക ഇനി അതിൻ്റെ ഉന്നം പിഴപ്പിച്ചാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ടെക്നോളജി കൊണ്ടുവന്ന് പേട്രിയോട്ട് മിസൈൽ വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഇത് തെറിക്കുന്നത്. ഇനി അത് അപ്പോൾ തിരിച്ചെടുത്താൽ യുദ്ധതന്ത്രമായിട്ട് ഇവരുടെ മണ്ണിലോട്ട് വീഴട്ടെ. അപ്പോൾ ഇവരും കൂടി ഇറാൻ എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം വല്ലതും അതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് എനിക്ക് കൗശലം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ വിദേശകാര്യമന്ത്രിയുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരാശ്വാസം അതുവഴി, നമ്മളുടെ താല്പര്യം അതാണ്, കേരളത്തിനും ഇന്ത്യയിൽ നിന്ന് അവിടെ പോയിട്ടുള്ള തൊഴിലാളികൾക്കും ഒരു സുരക്ഷ, അത് വളരെ അത്യാവശ്യമുള്ള കാര്യം.